മന്ദിരത്തിന് മുന്നിൽ നിന്ന് വി അരുൺ കൂടിയാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. അരുൺ, നിയമസഭയിൽ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിച്ചിരുന്നു, അതിന് അനുമതി നൽകുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് നന്ദി പറയുന്നു എന്നുള്ളതായിരുന്നു അന്ന് ഭരണപക്ഷത്തിന്റെ നിലപാട്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അടക്കം കാരണക്കാർ ആര് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാരിനെ പാടെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എങ്കിൽ പോലും പ്രതിപക്ഷം ഇക്കാര്യങ്ങൾ കൂടി ആയുധമാക്കിക്കൊണ്ടായിരിക്കില്ലേ സഭയിലേക്ക് എത്തുക? അഭിലാഷ്, അത്യസാധാരണമായ വെല്ലുവിളിയാണ് ധനമന്ത്രി കെ ബാലഗോപാലിനും പിണറായി സർക്കാരിന് മുന്നിലുള്ളത്. കാരണം ആഴ്ചകൾക്കപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നികുതി പ്രഖ്യാപനങ്ങളോ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അത്തരത്തിലുള്ള നടപടികൾക്കോ സർക്കാരിന് കഴിയില്ല. നികുതി വർദ്ധിപ്പിക്കാതെ എങ്ങനെ വരുമാനം കണ്ടെത്തുമെന്നതാണ് സർക്കാരിനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. മറ്റൊന്ന്, കഴിഞ്ഞ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ക്ഷേമമാണ്. അതിലൊന്ന് മറ്റൊന്ന് വികസനവും. ക്ഷേമം എന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷനുടെ കാര്യത്തിൽ വലിയ വിശ്വാസം, ഒരു കരുതൽ സർക്കാരിനുണ്ടെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ കരുതലിൽ ചോർച്ച വന്നിരിക്കുന്നു. ആ കരുതലിന്റെ കരുത്തിൽ ചോർച്ച വന്നിരിക്കുന്നു. 5 മാസമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. മാത്രമല്ല ഈ മാസം പൂർത്തിയാകുമ്പോൾ 6 മാസത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വലിയൊരു പ്രശ്നമായി പ്രതിസന്ധിയായി സർക്കാരിന് മുന്നിലുണ്ട്. കേന്ദ്രത്തെ പഴിചാരാമെങ്കിലും മുണ്ട് കുറുക്കി കൊടുക്കണമെന്ന് ജനങ്ങളോട് പറയാമെങ്കിലും എത്രത്തോളം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരമൊരു നടപടിയിലേക്ക് സർക്കാരിന് പോകാനാകുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ 1 മാസമെങ്കിലും വർദ്ധിപ്പിച്ചേക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വർദ്ധിപ്പിച്ചാൽ അത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചാൽ അത് 1600 1700 ആകും. അങ്ങനെ അത് കൊടുക്കാൻ സർക്കാർ ഇപ്പോൾ സാമ്പത്തിക അനുവദിക്കുന്നുണ്ടോ? മാത്രമല്ല ഈ 5 മാസം കുടിശ്ശിക 6 മാസത്തേക്ക് നടക്കുന്ന കുടിശ്ശിക അങ്ങനെയുള്ളപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അത് ജനങ്ങൾ എത്രത്തോളം വിശ്വാസം എടുക്കുമെന്ന ഒരു ചോദ്യവും സർക്കാരിനും CPM മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാണ് ഈ ബജറ്റിൽ കെ ബാലഗോപാൽ കൈകാര്യം ചെയ്യുക എന്നത് അറിയേണ്ടതാണ്. ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെ പോലെ തന്നെ സർക്കാരിന് വിശ്വസിച്ച മറ്റൊരു കൂട്ടർ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരാണ്. അതുവഴി ലക്ഷങ്ങൾ വരുന്ന അവരുടെ കുടുംബാംഗങ്ങളാണ്. 6 ഗഡുവാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയുള്ളത്. DA കുടിശ്ശിക യുഡിഎഫ് സർക്കാരുകാർക്കൊക്കെ വൈകുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ജീവനക്കാരുടെ സർവീസ് സംഘടന അവകാശങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്നവരാണ് ഇടതുമുന്നണി. ആ സർക്കാർ ഭരിക്കുമ്പോഴാണ് 6 കുടിശ്ശിക DA ഉണ്ടാകുന്നത്. അതിനും ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ വിഭാഗം എന്തായാലും അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്, ഭരണമുന്നണിക്ക് തിരിച്ചടിയാണ്. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴും എങ്ങനെയാണ് ഈ 2 വിഭാഗങ്ങളെ കൂടെ നിർത്തുക? ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെ, അതുപോലെ DA കുടിശ്ശിക വഴി സർവീസ് സംഘടനാ ജീവനക്കാർ, അധ്യാപകർ, അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബാംഗങ്ങൾ, ഇവരെ എങ്ങനെ വിശ്വാസത്തിൽ വലിയ ചോദ്യം സർക്കാരിന് മുന്നിലുണ്ട്. നികുതി വർധന എളുപ്പമല്ല. ഞാൻ സൂചിപ്പിച്ച പോലെ മദ്യത്തിന് കഴിഞ്ഞ തവണ നികുതി വർദ്ധിപ്പിച്ചതാണ്. മദ്യമടക്കമുള്ള വരുമാന മാർഗങ്ങളിൽ ഇനി വർധന അത്ര എളുപ്പമല്ല. അത് ജനങ്ങൾ എതിർവികാരം ഉണ്ടാക്കുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. മറ്റു നികുതികളും ഭൂനികുതി അടക്കമുള്ളവ കഴിഞ്ഞ വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ 2 വർഷമെന്ന് പറയാൻ കഴിയില്ല. ഈ ആഴ്ചകൾക്കപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതാണ് സംസ്ഥാനം, രാജ്യത്വം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വർധനയൊന്നും എളുപ്പമല്ല. നികുതി ചോർച്ച തടയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി സർക്കാരിന് മുന്നിലുള്ളത്. അതിനെന്തെല്ലാം നടപടികൾ കാര്യക്ഷമമാക്കും, ശക്തമാക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഒരു മാജിക് തന്നെ വേണം ഇപ്പോഴത്തെ ഈ ധനസ്ഥിതിയിൽ ജനകീയമായ ജനങ്ങളെ വിശ്വാസമെടുക്കുന്ന ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കെ ബാലഗോപാൽ കാട്ടേണ്ടി വരിക അക്ഷരാർത്ഥത്തിൽ ഒരു മാന്ത്രിക വിജയം തന്നെയാകും. തീർച്ചയായും അസാധാരണമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ധനമന്ത്രി എന്തെല്ലാമാണ് കരുതി വെച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വി അരുണും ഡാനുമാണ് ഈ ഘട്ടത്തിൽ ചേർന്നത്.